പ്രിയപ്പെട്ട ഒരു നടനായി ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമുള്ള അല്ലേ? ജനപ്രീതി കിട്ടി ഇത്രയും വർഷം നിൽക്കുക എന്ന് പറയുന്നത്. അതെ, അതൊരു വലിയ കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് നായകന്മാർ മുതൽ ഇന്ന് നിൽക്കുന്ന നായകന്മാരോടൊപ്പം വരെ അഭിനയിക്കാൻ ഒട്ടും ആ പ്രായത്തിൻ്റെ യാതൊരു ക്ഷീണവും ഒന്നും കാണിക്കാതെ, എന്നാൽ ജനറേഷൻ അനുസരിച്ച് വളരെ നല്ല സൗഹൃദഭാവത്തോടു കൂടി എല്ലാവരോടും പെരുമാറി ഇന്നും നല്ല കഥാപാത്രങ്ങൾ ചെയ്യുകയും ശരിക്കും നല്ലൊരു പ്രാസംഗികനും കൂടിയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഈ അന്നത്തെ കാലത്തൊക്കെ സിനിമകൾ ചെയ്യുന്ന നായകന്മാർ വന്നു അഭിനയിക്കുന്നു പോകുന്നു എന്നല്ലാതെ ആരും ഇതിൽ നിന്ന് കിട്ടുന്ന പണം അതിലേക്ക് മുടക്കാൻ അന്നാരും തയ്യാറായി. ഇന്നിപ്പോൾ പലരും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അന്ന് അദ്ദേഹം പ്രൊഡ്യൂസറും കൂടിയായിരുന്നു. പ്രൊഡ്യൂസറായിരുന്നു, സ്റ്റുഡിയോ ഓണറായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ ഒരു സ്റ്റുഡിയോ സ്വന്തമായിരുന്നു. നവോദയ അല്ലെങ്കിൽ ഉദയ അല്ലെങ്കിൽ മെരിലാൻഡ് എന്നല്ലാതെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റുഡിയോ കേരളത്തിലുണ്ടായിരുന്നില്ല. അതിനൊരു ധൈര്യം കാണിച്ച ആദ്യത്തെ ഒരു നടൻ അദ്ദേഹം തന്നെയാണ്. ആദ്യമായിട്ടൊരു താൻ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ തന്നെ തനിക്ക് കിട്ടുന്ന പൈസ മുടക്കിയിട്ട് ഒരു സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു അസാധ്യ ധൈര്യമാണ് അല്ലേ സാർ? അന്ന് അതിന് ധൈര്യം അദ്ദേഹം തന്നെയാണ് ആദ്യം. അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറിയെ കുറിച്ച് അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് എവിടെ കേട്ടാലും ഏത് ദൂരത്തുനിന്ന് കേട്ടാലും എല്ലാവർക്കും മനസ്സിലാവും മധുസാറിന്റെ ഒരു ശബ്ദവും ആ ഒരു ഗാംഭീര്യത്വം സംസാരിക്കുന്നതിൻ്റെയും ഒക്കെ ആ മോഡുലേഷൻ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് മടുക്കാതിന്നും ഇഷ്ടപ്പെടുന്നത്? ആ ഒരു ശബ്ദത്തിന്റെ അത് തന്നെയാണ് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും തുടക്കം മുതലേ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇവർക്ക് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അവരുടെ സ്റ്റൈലായിട്ടാണ്. അതിലുള്ള ചിലപ്പോൾ നമുക്ക് ഇന്ന് മിമിക്രി ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ട് നമുക്കതിൽ ചില എന്തോ ന്യൂനതകളൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അതൊന്നും റിയൽ അല്ല. ഇവരുടെ റിയൽ ആക്ടിങ്ങിലോ ഡയലോഗ് റെൻഡറിങ്ങിലോ അങ്ങനെയൊന്നും അല്ല അത് വരുന്നത്. മിമിക്രി ആർട്ടിസ്റ്റ് അത് കാണിക്കണമെന്നുള്ളത് അവരുടെ അക്സെപ്റ്റൻസിന്റെ ഒരു സിമ്പിളും കൂടിയാണ്. അതങ്ങനെയല്ല. അത് അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് അത് കറക്റ്റായിട്ട് തന്നെയാണ് വരുന്നത്. ഒരിക്കലും ഈ പറഞ്ഞ നമ്മളിപ്പോൾ സിന്ദൂര ചെപ്പോ ഏണിപ്പടികളോ കള്ളിച്ചെല്ലമോ ഇതാ ഇവിടെ വരെയോ ആ സിനിമകളിൽ പറയുന്ന ഒരു രീതിയിലേ അല്ല അദ്ദേഹം ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയിൽ അവതരിപ്പിച്ചത് അല്ലേ? ശരിയാണ്, വളരെ വ്യത്യാസമായിരുന്നു. അതെ, അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും മധുസാറിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിനെ സംബന്ധിച്ചോളം പറയുമ്പോൾ വളരെ ആശ്ചര്യം തോന്നിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പുരസ്കാരങ്ങൾ എപ്പോഴും അദ്ദേഹത്തെ ഒഴിവാക്കി പോയിട്ടുള്ളവരാണ്. എനിക്ക് ഏറ്റവും അടുത്ത് നമുക്ക് തോന്നുന്നത് ഇത്ര ലെജൻഡറി ആയിട്ടുള്ള മലയാളത്തിലെ ഒരു ആക്ടർക്ക് ഒരു പത്മശ്രീ അവാർഡ് പോലും ശുപാർശ ചെയ്യുവാൻ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ശ്രദ്ധ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം വളരെ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും പത്മശ്രീ വാങ്ങുകയും അതിനകത്തപ്പോൾ ഈ പത്മശ്രീ പോലെയുള്ള അവാർഡുകളുടെയൊക്കെ ഒരു വാല്യൂവിനെ പറ്റി നമുക്ക് സംശയം തോന്നുന്നത് അവിടെയാണ്. കാരണം ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടർ ഇവിടെ നിൽക്കുകയും അദ്ദേഹം ഇത്ര സിനിമയുടെ വിവിധ മേഖലകളിൽ ഇത്ര വലിയ സംഭാവനകൾ നൽകുകയും ചെയ്ത ഒരാളെയൊന്നും പരിഗണിക്കാതെ പുതിയ തലമുറയിലേക്ക് ഇന്നലെ കടന്നു വന്നവരെയൊക്കെ പരിഗണിക്കുന്ന ഒരു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വാല്യൂ എന്തുമാത്രം കുറഞ്ഞു പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാകുന്നു. ശരിയാണ്. സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമയ്ക്ക് ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്ര നല്ലൊരു നടനായിട്ട് ബെസ്റ്റ് ആക്ടർ എന്നുള്ളൊരു പത്മശ്രീയോ ഒക്കെ പരിഗണിക്കേണ്ട സമയമൊക്കെ എന്നേ കഴിഞ്ഞു പോയിരിക്കുന്നു. തീർച്ചയായിട്ടും ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഈ ഇടക്കാലത്ത് കിട്ടിയതാണ്. അതെ, 2000 കഴിഞ്ഞിട്ട് 2002 കിട്ടിയതേ ഉള്ളൂ. അത് അതിന് മുൻപ് കിട്ടിയിട്ടില്ല. അതേപോലെ ഇദ്ദേഹം ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ്. അതും ഈ അടുത്ത കാലത്തൊന്നും അല്ല, ആ പണ്ട് സമയത്ത്, അതായത് നമ്മുടെ ബിഗ് ബി അമിതാഭ് ബച്ചൻ സാറ് സിനിമയിൽ എൻട്രി ചെയ്ത ടൈമിൽ അദ്ദേഹത്തോടൊപ്പം ഒരു ഹിന്ദി സിനിമ ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു മലയാളം സ്റ്റാർ ഹിന്ദിയിൽ ഫിലിം ചെയ്യുക എന്ന് പറയുന്നത് റെയർ ആയിരുന്നില്ലേ? അതെ, മധുസാറിൻ്റെ ഒരു അഭിനയ പശ്ചാത്തലം നമ്മൾ ശ്രദ്ധിക്കണം. ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് അഭിനയം പഠിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. അന്നത്തെ കാലത്ത് അത്തരത്തിലുള്ള ഒരു അക്കാഡമിക്കൽ ഒരു ട്രെയിനിങ് ഒക്കെ ഇതിനാവശ്യമാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലമൊന്നും അല്ല അത്. അക്കാലത്ത് 60കളുടെയൊക്കെ തുടക്കത്തിൽ അല്ലെങ്കിൽ 50കളുടെയൊക്കെ അവസാനത്തിൽ ഇത്തരത്തിലൊരു പ്രൊഫഷണലായിട്ട് അഭിനയം പരിശീലിച്ചിട്ട് രംഗത്തേക്ക് വരികയും അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഒരു കോളേജിലെ ലെക്ചറായിരുന്നു. വിദ്യാസമ്പന്നനായ അഭിനയത്തിൽ പോലും പരിശീലനം ലഭിച്ച ഒരു നടൻ എന്ന നിലയിലാണ് കടന്നു വരുന്നത്.
ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടിയത് മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായ സംവിധായകരുടെ ചിത്രങ്ങൾ തന്നെയാണ്. രാമുക്കാരിയാട്ട്, പി എൻ മേനോൻ തുടങ്ങിയവരുടെ പടങ്ങളാണ് ആദ്യം തന്നെ അദ്ദേഹം വരുന്നത്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരങ്ങൾ ഇനി അദ്ദേഹത്തെ തേടി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയെങ്കിലും തേടി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ എ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. മധുസാറിനെ പോലെ ആ മഹാനടൻ്റെ അഭിനയത്തെക്കുറിച്ച് ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എങ്ങനെയായിരിക്കും നടക്കാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ലെറ്റ്സ് ലിസൺ ടു ദി ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ബൈ a critical. നാടകവേദിയിൽ നിന്ന് വന്ന നടനാണ് മധു എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ നാടകം ശാസ്ത്രീയമായി പഠിച്ചിട്ട് വന്ന നടനാണ് അദ്ദേഹം. അങ്ങനെ വന്ന ആദ്യത്തെ നടനാണ് അദ്ദേഹം. കാരണം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠനം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. മധു സിനിമയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയൊരു സൗഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ മലയാള സാഹിത്യ കൃതികൾ സിനിമയിലേക്ക് നിരന്തരമായി പകർത്തപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലെ വളരെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ പലരെയും അവതരിപ്പിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ ധാരാളം കഥാപാത്രങ്ങൾ, അത് വളരെ പ്രസിദ്ധമായ സാഹിത്യകൃതികളിലെ കഥാപാത്രങ്ങൾ ആയിട്ട് രൂപം മാറി എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് കാരണം തുടക്കത്തിൽ തന്നെ മലയാള സിനിമയിൽ തൻ്റേതായ ഒരു ഇടമുണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ അദ്ദേഹം അഭിനയരംഗത്ത് വന്ന് 2 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഏത് നടനും ഒരു വെല്ലുവിളിയാകുന്ന ഒരു കഥാപാത്രത്തെ അദ്ദേഹത്തിന് ലഭിച്ചു. അതാണ് ഭാർഗവീ നിലയത്തിലെ സാഹിത്യകാരൻ. ഈ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഇടവേള വരെ മറ്റ് വേറെ നടന്മാരൊന്നും വലുതായിട്ട് വരുന്നില്ല. ഈ ഒരൊറ്റ കഥാപാത്രത്തിലാണ് കഥ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അത് ഏറ്റവും റിസ്ക്കുള്ള ഒരു കഥാപാത്ര സൃഷ്ടിയായിരുന്നു. പക്ഷേ ആ കഥാപാത്രത്തെ പ്രേക്ഷകർക്ക് ഒരിക്കലും ഒരു വൈരസ്യം ജനിപ്പിക്കാത്ത തരത്തിൽ വളരെയേറെ ആകർഷകമാക്കി വളരെ ശ്രദ്ധേയമാക്കി അവതരിപ്പിക്കാൻ മധുവിന് കഴിഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് മധുവിൻ്റെ ഒരു വിജയഗാഥ തുടങ്ങുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം തന്നോടൊപ്പം ഉണ്ടായിരുന്ന 2 നായക നടന്മാരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് സംവിധാന രംഗത്തേക്കും കടന്നു. അവിടെ സംവിധാന രംഗത്തേക്ക് കിടക്കുമ്പോഴും വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആകാംക്ഷയാണ് നമ്മൾ കാണുന്നത്. കാരണം അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായ പ്രിയയിൽ ഒരിക്കലും ഒരു നായക നടൻ മോഹിക്കുന്ന തരം നായകനെ അല്ല അദ്ദേഹം അവതരിപ്പിച്ചത്, മറിച്ച് അതിലെ പ്രതിനായകനെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അങ്ങനെ മറ്റ് സംവിധായകർ തനിക്ക് കുറച്ചൊക്കെ ഒരു വളരെ കാരുണ്യമുള്ള ലളിതഹൃദയനായ ഒരു കഥാപാത്രത്തെ തരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദുഷ്ടകഥാപാത്രത്തെ അവതരിപ്പിച്ച് തന്നിലെ വ്യത്യസ്തത പ്രദർശിപ്പിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1960 മുതൽ 63 മുതൽ ടു ബി പ്രിസൈസ് ഇന്ന് വരെയും വളരെ ശക്തമായി വളരെ മെമ്മറബിളായ കുറേ ക്യാരക്ടേഴ്സ് ഇന്നും ചെയ്ത് വളരെ സ്ട്രോങ് ആൻഡ് സ്ട്രിക്റ്റ് ആയ ഫാദർ റോൾസ് ഒക്കെ ഇന്നും ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു സുരക്ഷിതമായ ഒരു സ്ഥാനം പിടിച്ചു പറ്റിയ മധു സാറാണോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരം?